ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയാ, സ്തോത്രം. എന്നെ കേൾക്കണ ദൈവമക്കളെ, ദൈവത്തെ നമ്മൾ ഹൃദയങ്ങൾ തുറന്ന് കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് കർത്താവിൻ്റെ വേദം വായിച്ച് ഹൃദയത്തിൽ രാപ്പകൽ ധ്യാനിക്കണം. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കണം ദൈവമക്കളെ, ഓരോരോ ആൾക്കാർ ഈ ഓണ സമയങ്ങളിൽ 15 വർഷം പെന്തക്കോസ്ത് സഭയിൽ നിന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവം പറയാണ്. ഈ ഓണം അടുക്കുമ്പോൾ ഓണ സമയങ്ങളിൽ അതിൻ്റെ തൊട്ട് മുന്നിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വയ്ക്കും. ഹല്ലേലൂയാ. ഭക്ഷണം കഴിക്കാണ്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയാ, അത് നല്ലത് തന്നെയാണ്. ഹല്ലേലൂയാ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി മറന്നു പോകരുത്. ഹൃദയശുദ്ധിയോടെ ദൈവത്തെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയാ, സ്തോത്രം. ഹൃദയശുദ്ധി ഇല്ലാണ്ട് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കില്ല ദൈവമക്കളെ. 1 മാസം പട്ടിണി കിടന്നിട്ട് ദൈവത്തെ വിളിച്ചാലും ദൈവം വിളി കേൾക്കില്ല. ഹൃദയശുദ്ധിയോടെ ദൈവത്തെ വിളിക്കണം. നീ ഭക്ഷണം കഴിച്ചാലും ശരി, കഴിച്ചില്ലെങ്കിലും ശരി, ഹൃദയശുദ്ധി നിനക്കുണ്ടാ, ദൈവം നിൻ്റെ അടുത്ത് സംസാരിക്കും. ദൈവം നിൻ്റെ അടുത്ത് വരും. ദൈവം നിൻ്റെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കും. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഇല്ലാണ്ട് എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇരുന്നാലും കാര്യമില്ല. ഹൃദയശുദ്ധി വേണം. ഒരു മനുഷ്യനക്ക് ഹൃദയശുദ്ധി ഇല്ലാണ്ട് ദൈവത്തെ കാണുവാൻ കഴിയില്ല. എത്ര പാട്ടുപാടിയാലും ദൈവം നമ്മൾക്ക് വെളിപ്പെട്ട് വരില്ല. കർത്താവിൻ്റെ മുന്നിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണതേ മക്കളെ. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും മക്കളെ. ഹല്ലേലൂയാ. നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ദൈവം സകല നന്മകളും നമ്മൾക്ക് തന്ന് നമ്മൾ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, സ്തോത്രം. ഈ കമ്മലും മാലയും നമ്മൾ ഇടാണ്ട് നടന്നിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മലും മാലയും ഇടണ്ടെന്ന് കർത്താവൊന്നും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ദൈവമക്കളെ. ഹല്ലേലൂയാ. ആഭരണങ്ങൾ നമുക്ക് ധരിക്കേണ്ടെന്ന് കർത്താവ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയാ, സ്തോത്രം. ദൈവം